ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സീരീസിൻ്റെ പേരാണ് ദ ബ്രൈഡ് ഓഫ് വാട്ടർ ഗോഡ്. ഇതെന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീയുടെയും ദൈവമായിട്ടുള്ള, അതായത് വെള്ളത്തിൻ്റെ ദൈവമായിട്ടുള്ള നായകൻ്റെയും കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വാട്ടർ കിങ്ഡത്തിൽ താമസിക്കുന്ന ഹെബേക്ക് എന്ന് പറയുന്ന ഒരു ചെറുക്കനെ കാണിച്ചുകൊണ്ടാണ്. അവനാണ് ഇനി അവിടുത്തെ കിങ്. പക്ഷെ അതിനു മുമ്പായിട്ട് അവൻ ഭൂമിയിൽ വന്ന് 3 കല്ലുള്ള ഒരു പ്രത്യേകതരം സാധനം കണ്ടുപിടിക്കണം. അതും പോരാഞ്ഞ് ഈ വാട്ടർ കിങ്ഡത്തിനെ ഭൂമിയിലെ ഒരു പ്രത്യേകതരം ഫാമിലി എപ്പോഴും സേവിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ ജനറേഷനിൽ പെട്ട ഒരു പെൺകൊച്ച് ഇപ്പോഴും ഭൂമിയിലുണ്ട്. അതിനർത്ഥം നമ്മുടെ ഹെബേക്ക് ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ സേവിക്കാൻ അവള് കാണും. അങ്ങനെ നമ്മുടെ ഹെബേക്കിന് 2 ടാസ്ക് ആണുള്ളത്. ഒന്ന് അവളെ കണ്ടുപിടിക്കണം, കൂടെ തന്നെ ആ 3 കല്ല്. അങ്ങനെ നമ്മുടെ ഹെബേക്കിനെ നാംസുരി എന്ന് പറയുന്ന ഒരു ചെറുക്കൻ്റെ കൂടെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നായികയായിട്ടുള്ള സൈക്യാട്രിസ്റ്റായ പെണ്ണിനെയാണ്. അവളുടെ പേരാണ് സൂഹ. അവൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്. അങ്ങനെ ആ ലോൺ അടയ്ക്കാൻ അവളുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട് കൊടുത്ത മോതിരം വിറ്റിട്ട് ആ പൈസ കൊണ്ട് കടം വീട്ടാന്നും പറഞ്ഞ് അവളൊരു പാർക്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ ഹബേക്ക് ആകാശത്ത് നിന്ന് പറന്ന് വന്ന് നമ്മുടെ സൂഹയുടെ മണ്ടയിൽ വന്ന് വീഴും. അവനാണെങ്കിൽ ഡ്രസ്സും ഇല്ലായിരുന്നു. അത് കണ്ടിട്ട് നമ്മുടെ സൂഹ പേടിച്ചു പോകും. അവള് ബോധം കെട്ട് വീഴും. ഈ ഹബേക്കാണെങ്കിൽ സൂഹയുടെ കോട്ട് ഊരി എടുത്തിട്ടിട്ട് അവൻ അവിടെ നിന്നും പോകും. എന്നാ ആ കോട്ടിനകത്തായിരുന്നു നമ്മുടെ സൂഹ പണയം വെക്കാൻ വെച്ചിരുന്ന മോതിരം ഉണ്ടായിരുന്നത്. അവൾക്ക് ബോധം വരുമ്പോൾ മനസ്സിലാവും അവൾക്കിനി ആ മോതിരം പണയം വെക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവള് ബാങ്കിൽ പോവും, കാര്യം സംസാരിക്കും. ആ സമയത്ത് ഒരു റെസ്റ്റോറന്റിന്റെ ഓണറുമായിട്ട് നമ്മുടെ സൂഹ അടി കൂടും. അതിനുശേഷം നമ്മുടെ സൂഹ ഒരു ടൗണിലേക്ക് വരും. അവിടെ തന്നെയാണ് ഹെബേക്കും അവന്റെ സെർവന്റ് ആയിട്ടുള്ള നാംസുരിയും വന്നിട്ടുള്ളത്. സത്യത്തിൽ ഹെബേക്ക് ഇവിടെ വന്നിരിക്കുന്നത് അവന്റെ സെർവന്റ് ആയിട്ടുള്ള ആ മനുഷ്യ സ്ത്രീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ വന്നിരിക്കുന്നിടത്ത് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴിയാണ് അവന് വാട്ടർ കിങ്ഡത്തിൽ പോകാൻ പറ്റുന്നത്. ആ ഗേറ്റ് അങ്ങനെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല. അതായത് ഈ സെർവന്റ് ആയിട്ടുള്ള മനുഷ്യ സ്ത്രീക്ക് മാത്രമേ ആ ഗേറ്റ് കാണാൻ പറ്റൂ. അവിടേക്ക് നമ്മുടെ സൂഹ വരും. അപ്പോൾ നമ്മുടെ ഹെബേക്കിന് മനസ്സിലാവും അതായത് ഇവള് തന്നെയാണ് അവന്റെ സെർവന്റ് എന്ന്. ഉടനെ അവൻ അവളോട് സത്യമെല്ലാം പറയും. അതായത് അവൻ ഒരു വാട്ടർ കിങ് ആണെന്ന്. സോഹയ്ക്കാവും പറയുന്ന ഒന്നും മനസ്സിലാവില്ല. അവൾ വിചാരിക്കും ഇവന് പ്രാന്താണെന്ന്. അതിനുശേഷം ഇവർ 3 പേരും കൂടി കാറിൽ ഈ ടൗണിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. അതിനിടയിൽ ഹെബേക്ക് ഒരുപാട് തവണ സോഹയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അതായത് അവളുടെ ഫാമിലിയെ പറ്റിയും അവളുടെ ഡ്യൂട്ടിയെ പറ്റിയും ഒക്കെ. അത് കഴിഞ്ഞ് അവൻ ആ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ സോഹയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ അത് അവൻ അവൾക്ക് കൊടുത്തൊരു ശിക്ഷയായിരുന്നു. അവനൊരു വാട്ടർ കിങ് ആണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട്. ഹെബേക്ക് ഇങ്ങനെ ചെയ്തതിന് വേറൊരു ഉദ്ദേശമുണ്ട്. അതായത് എപ്പോഴും സോഹയുടെ മനസ്സിൽ അവനെ പറ്റിയുള്ള ഓർമ്മ വരാൻ, അതും അവനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ സേവിക്കണം എന്നുള്ള ചിന്ത വരാൻ വേണ്ടി. സോഹയ്ക്കാണെങ്കിൽ രാത്രി മുഴുവൻ ഉറക്കം വരില്ല. ഇവനെ പറ്റിയുള്ള ചിന്തയാണ്. അതേപോലെ ഹെബേക്ക് ആലോചിക്കും അതായത് ഇവളെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാമെന്ന്. ഹെബേക്ക് സത്യത്തിൽ ഒരു പ്ലാസ്റ്റിക് കൂടാരത്തിൽ കടൽ തീരത്തിന്റെ അടുത്താണ് താമസിക്കുന്നത്. അടുത്ത ദിവസം ഈ കടൽ തീരത്തിന്റെ അടുത്തായിട്ട് ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ വരും. ഹെബേക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം അവന് ജയിച്ചു കഴിഞ്ഞിട്ട് പൈസ വേണമായിരുന്നു. അതേസമയം അവിടേക്ക് നമ്മുടെ സോഹയും വരും. അവള് കാണും ഇവൻ ഈ സ്കേറ്റിംഗ് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹെബേക്കിന് ആ കോമ്പറ്റീഷൻ ജയിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ പൈസ കിട്ടത്തില്ല. അങ്ങനെ അവൻ വീണ്ടും സോഹയെ തേടി വരും. സോഹയാണെങ്കിൽ അവനെ കാണാനേ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ അവിടെ നിന്നും രക്ഷപ്പെടും. ഹെബേക്ക് ഒടുവിൽ നമ്മുടെ സോഹയെ കണ്ടുപിടിക്കും. എന്നിട്ട് അവളോട് പറയും നീ നാംസുരിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടും ഏർപ്പാട് ചെയ്യണമെന്ന്. സോഹ അതിന് പറ്റില്ല എന്ന് പറയും. അവൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന്. അതിനുശേഷം ഹെബേക്കും നാംസുരിയും കൂടി അതിലെ നടന്നു പോകും. അവര് പണ്ട് ഇവിടെ വന്നപ്പോൾ ഭൂമിയിലെ ഒരു സ്ഥലത്തായിട്ട് നിധി കുഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അവിടെ ഒന്നും തന്നെ കിട്ടില്ല. ആ സമയത്ത് ഒരാൾ വന്ന് നമ്മുടെ ഹെബേക്കിനെ കിസ് ചെയ്യും. നാംസുരിക്ക് മനസ്സിലാവും അതായത് ഇയാളും ഒരു വാട്ടർ കിങ് ആണ്. അയാളെ നമ്മുടെ ഹെബേക്ക് കാരണമാണ് ആ കിങ്ഡത്തിൽ നിന്നും പുറത്താക്കിയത്. ഇപ്പോൾ ഇയാളുടെ കിസ് കാരണം നമ്മുടെ ഹെബേക്കിന് എന്ത് മോശം വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ നമ്മുടെ ഹെബേക്ക് അവന്റെ പ്ലാസ്റ്റിക് കൂടാരമില്ലേ അവിടേക്ക് തന്നെ തിരിച്ചു വരും. അതേസമയം ഒരാള്
അതായത് നമ്മുടെ സൂഹയുടെ ഒരു പേഷ്യൻ്റ് ആണ്. അയാൾ അവളുടെ ഹോസ്പിറ്റലിൽ നിന്നും ചാടി നമ്മുടെ ഹെബേക്കിന്റെ കൂടാരത്തിൽ വന്ന് ഒളിച്ചിരിക്കും. സോഹ ആ പേഷ്യന്റിനെ അന്വേഷിച്ച് ആ കടൽ തീരത്തേക്ക് വരും. അവൾക്ക് വെള്ളം കാണുന്നത് അവളുടെ അച്ഛനെ ഓർമ്മ വരും. പെട്ടെന്ന് സീൻ 14 വർഷങ്ങൾക്ക് മുൻപേക്ക് പോകും. അപ്പോൾ നമ്മുടെ സോഹ ഒരു സ്കൂൾ കുട്ടിയായിരുന്നു. അവളുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം ഫോൺ വലിച്ച് ആ വെള്ളത്തിലേക്ക് എറിയും. എന്നിട്ട് അവൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടും. സോഹയ്ക്ക് ബോധം വരുന്നതും അവൾ കടൽ തീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് മനസ്സിലാവില്ല അവളെ ആരാണ് രക്ഷിച്ചതെന്നും അതാരാണെന്ന് ഇനി വരുന്ന സ്റ്റോറിയിൽ മനസ്സിലാവും. പിന്നീട് പ്രസന്റിൽ കാണിക്കുന്നത് നമ്മുടെ സോഹയുടെ പേഷ്യന്റ് ഇല്ലേ, അവൻ സോഹയെ കാണുന്നതും പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. സോഹ പറഞ്ഞിട്ട് നമ്മുടെ ഹെബേക്ക് വെള്ളത്തിൽ ചാടി ആ പേഷ്യന്റിനെ രക്ഷിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സോഹയുടെ അവസ്ഥ ഒരുപാട് മോശമാവാൻ തുടങ്ങുന്നതാണ്. അതായത് പൂക്കളും ചെടികളും എല്ലാം കൂടി ചേർന്ന് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് ഇവരുടെ എല്ലാം സംസാരം കേൾക്കാനും തുടങ്ങി. അവർ പറയുന്നത് തന്നെ നന്ദിയില്ലാത്തവൾ എന്നാണ് എന്നും പറഞ്ഞ് നമ്മുടെ സോഹയെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങും. സോഹ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവളെ തന്നെ ചികിത്സിപ്പിക്കും. എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ സോഹ ഹെബേക്കിനെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആവാൻ തുടങ്ങിയത്. അവൾ അങ്ങനെ ഹെബേക്കിനെ കാണാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും സോഹ അവനോട് അവളുടെ അവസ്ഥയെ പറ്റി പറയും. അവൻ പറയും അതായത് അവനെ അവള് കിങ് ആയിട്ട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അതിൽ ഹെബേക്കിന്റെ കിസ് ഒരു ഫാക്ടറാണ്. പിന്നീട് സോഹ ഒരു ഹോട്ടലിലേക്ക് പോകും. അവിടെ വെച്ച് അവൾ അന്ന് കണ്ട സിഇഒനെയും അവളുടെ നീസായിട്ടുള്ള ജയെയും കാണും. സിഇഒയോട് നമ്മുടെ സോഹ ആ ലോണിന്റെ കാര്യം സംസാരിച്ചിട്ട് പോകാൻ ഒരുങ്ങുന്നതും അവളുടെ നീസായിട്ടുള്ള ജയ അവളെ ഇൻസൾട്ട് ചെയ്യും. അതായത് സോഹയുടെ അച്ഛൻ അയാളുടെ ഫാമിലിയെ കളഞ്ഞിട്ട് ആഫ്രിക്കയിൽ പോയി പാവപ്പെട്ട ആൾക്കാരുടെ ഫാമിലിയെ ശുശ്രൂഷിച്ചു എന്നൊക്കെ പറഞ്ഞ് സോഹയാണെങ്കിൽ ഒരുപാട് അപ്സെറ്റ് ആവും. അവൾ തിരിച്ചു പോകുന്നത് നമ്മുടെ ഹെബേക്ക് അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോകും. ഹെബേക്ക് ആണെങ്കിൽ ന്യൂസ് പേപ്പറിൽ അവന്റെ കിങ്ഡത്തിൽ തന്നെയുള്ള മ്യൂറ എന്ന് പറയുന്ന ഒരു ക്യൂനിന്റെ വാർത്ത കാണും. അവളിപ്പോ അവിടെയുള്ള സിഇഒയുടെ മോഡലായിട്ട് വർക്ക് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ഹെബേക്ക് സോഹയുമായിട്ട് അവളെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലും. എന്നാൽ ഈ പറയുന്ന മ്യൂറ നമ്മുടെ ഹെബേക്കിനെ തിരിച്ചറിഞ്ഞിട്ട് അവനെ കാണാൻ വേണ്ടി റെഡി ആവത്തില്ല. ഹെബേക്കിനെ ആളുകളെ വിട്ട് പുറത്താക്കിപ്പിക്കും. എന്നിട്ട് ഉടനെ തന്നെ മ്യൂറ സ്കൈ കിങ് ആയിട്ടുള്ള ബാരിയമിനെ വിളിച്ചിട്ട് നമ്മുടെ ഹെബേക്ക് ഭൂമിയിൽ വന്ന കാര്യം അറിയിക്കും. സോഹയാണെങ്കിൽ നമ്മുടെ ഹെബേക്കിനെ ഒരു പ്രാന്തനായിട്ട് കണ്ടിട്ട് അവള് ഒരു ലേഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അവർക്കാണെങ്കിൽ ഈ കിങ്സിനെ പറ്റിയെല്ലാം നല്ല വിവരം ഉണ്ടായിരുന്നു. ആ ലേഡിയെ കണ്ടു കഴിഞ്ഞിട്ട് സോഹ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നതും ഒരാള് ഇവളെ തട്ടിക്കൊണ്ടുപോയി മുകളിലത്തെ നിലയിന്ന് അവളെ തറയിലേക്ക് ഇടും. ഇത് കാണുന്നതും നമ്മുടെ ഹെബേക്ക് ഓടി വന്ന് ചാടി അവളെ രക്ഷിക്കാൻ ഒരുങ്ങും. ഈ സമയമാണ് ആദ്യമായിട്ട് നമ്മൾ ഹെബേക്കിന്റെ പവേഴ്സ് കാണുന്നത്. അതായത് അവൻ വെള്ളത്തിനെ വായുവായിട്ട് ചേർത്തിട്ട് പറന്നു വന്ന് നമ്മുടെ സോഹയെ രക്ഷിക്കും. ഹെബേക്ക് അത് കഴിഞ്ഞിട്ട് അവന്റെ പവേഴ്സ് ഒന്നുകൂടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. എന്നാൽ അവനെ കൊണ്ട് അതിന് പറ്റത്തില്ല. അതായത് സോഹയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവന്റെ ശരീരത്തിലേക്ക് അങ്ങനെ ഒരു പവർ വന്നത്. സോഹയ്ക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റില്ല. അതായത് ഹെബേക്ക് അവൻ പറയുന്നത് പോലെ തന്നെ വാട്ടർ കിങ് ആണെന്ന്. അത് കഴിഞ്ഞ് ഹെബേക്ക് സോഹയോട് പറയും അതായത് അവനവളെ രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ അവന് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ താമസിക്കാൻ വേണ്ടി അവളുടെ വീട്ടിൽ ഒരു സ്ഥലം കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മുടെ സോഹ ഹെബേക്കിനെയും നാംസുരിയെയും അവളുടെ വീടിന്റെ തന്നെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുകളിലത്തെ നിലയിൽ താമസിക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കും. അടുത്ത ദിവസം അവളുടെ കിച്ചന്റെ കീയും അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവള് ജോലിക്ക് പോകും. എന്നാൽ നമ്മുടെ ഹെബേക്ക് സോഹയുടെ പുറകെ നടക്കും. എന്നിട്ട് പറയും അവന് കുറച്ച് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ സോഹ ഹെബേക്കിന് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. കൂടെ തന്നെ അവനെ ഫുഡും കഴിപ്പിക്കും. പിന്നീട് നമ്മുടെ സോഹയ്ക്ക് അവളുടെ ക്ലിനിക്കിൽ നിന്ന് കോള് വരും. അവിടേക്ക് ആ സിഇഒ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അയാള് നമ്മുടെ സോഹയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹെബേക്കും നാംസുരിയും കൂടി മ്യൂറയെ കാണാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോകുന്നതാണ്. അവൻ വിചാരിക്കും ഒരുപക്ഷെ സോഹയുമായിട്ട് അവനെ അന്ന് കണ്ടപ്പോൾ മ്യൂറ മൈൻഡ് ആക്കാഞ്ഞതായിരിക്കുമെന്ന്. ഇത്തവണ അവളെ കണ്ടിട്ട് അവളുടെ കയ്യിൽ നിന്ന് കല്ലും വാങ്ങിക്കാം. എന്നാ മ്യൂറയാണെങ്കിൽ അവന് കല്ല് കൊടുക്കാൻ റെഡി ആവത്തില്ല. കാരണം അവന്റെ കയ്യിൽ വേറെ പവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മ്യൂറ പറയും അതായത് അവൾക്ക് വിശ്വാസമില്ല അവൻ ഇപ്പോൾ കിങ് ആണെന്ന്. അങ്ങനെ നമ്മുടെ ഹെബേക്ക് നല്ല ടെൻഷനിലായിരുന്നു. സോഹയാണെങ്കിൽ അവനെ കൊണ്ട് ബീച്ചിൽ നടക്കാൻ പോകും. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ സോഹ ഹെബേക്കിനോട് പറയും അതായത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒട്ടും പേടിക്കാതെ വെള്ളത്തിൽ നീന്തണമെന്ന്. ഒരുപക്ഷെ നിനക്ക് പവർ ഉണ്ടെങ്കിൽ നിനക്ക് എന്നെയും കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കും.
കൂടെ തന്നെ അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ സൂഹയ്ക്കൊരു സ്വപ്നം വരും. അതായത് അവൾ ഹെബേക്കിൻ്റെ കൂടെ ഒട്ടും പേടിക്കാതെ സ്വിം ചെയ്യുന്നതായിട്ട്. പിന്നീട് അവരെല്ലാവരും കൂടി കാറിൽ പോകും. നമ്മുടെ ഹെബേക്കാണ് വണ്ടി ഓടിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സോഹയുടെ വണ്ടിയെ ഒരു വണ്ടി ഫോളോ ചെയ്യും. സത്യത്തിൽ ഹെബേക്ക് മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ട് സോഹയെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട്. അതായത് അവളെ അപകടപ്പെടുത്താൻ ആരൊക്കെയോ ട്രൈ ചെയ്യുന്നതായിട്ട്. ഹെബേക്ക് അവളെയും കൊണ്ട് സ്പീഡിൽ വണ്ടി ഓടിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഹെബേക്ക് ഒരു തുരങ്കത്തിന്റെ അകത്തേക്ക് കയറും. എന്നിട്ട് അവിടെ വെച്ച് സൂഹയെ എടുത്ത് അവൻ കാറിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് രണ്ടുപേർക്കും ചുറ്റിലായിട്ട് ഒരു വെള്ളത്തിന്റെ ഗോള് കണക്കത്തെ സംഭവം ഫോമായി വരും. എന്നിട്ട് അവരെ രണ്ടുപേരെയും ആ കാറിൽ നിന്നും പൊക്കിയെടുത്ത് താഴേക്ക് സേഫായിട്ട് ഇറക്കും. സത്യത്തിൽ കാറിന്റെ ബ്രേക്കിനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഹെബേക്കിന്റെ ഒരു നാടകമായിരുന്നു. അതായത് അവന് ടെസ്റ്റ് ചെയ്യണം അവന്റെ കയ്യിൽ ഇപ്പോഴും പവേഴ്സ് ഉണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സോഹയ്ക്ക് എപ്പോഴാണ് അപകടം വരുന്നത് ആ ടൈമിൽ മാത്രമേ നമ്മുടെ ഹെബേക്കിന്റെ കയ്യിൽ പവേഴ്സ് വരൂ. ബാരിയമും മ്യൂറയും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അതായത് അവർ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഹെബേക്കിന് ആ കല്ല് കൊടുക്കണ്ട എന്നാണ്. അങ്ങനെ അവര് നമ്മുടെ ഹെബേക്കിനെയും നാംസുരിനെയും സോഹേനെയും അവിടേക്ക് വിളിച്ചു വരുത്തും. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാവും അതായത് ഈ ബാരിയം എന്ന് പറയുന്ന നമ്മുടെ സോഹയുടെ മുൻപത്തെ കൂട്ടുകാരനായിരുന്നു. അവനാണ് അവൾക്ക് അന്ന് കാണിച്ച ആ മോതിരം കൊടുത്തത്. ബാരിയമിന്റെ കയ്യിൽ ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ ഹെബേക്കിനെ കളിയാക്കിക്കൊണ്ട് പറയും, നീ മ്യൂറയുടെ അടുത്തേക്ക് പോകണം, അവൾ നിനക്ക് സ്റ്റോൺ തരുവാണെങ്കിൽ ഞാനും നിനക്ക് സ്റ്റോൺ തരാം എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹെബേക്ക് മ്യൂറയെ കാണാൻ ചെല്ലും. അവൾ അവനോട് ഇതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയും. അതായത് ബാരിയം നിനക്ക് സ്റ്റോൺ തരുവാണെങ്കിൽ ഞാനും നിനക്ക് സ്റ്റോൺ തരാം. ആ ടൈമിൽ ബാരിയം നമ്മുടെ സോഹേനെ കിഡ്നാപ്പ് ചെയ്ത് ഒരു പൂളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവൻ അവളോടൊരു ഡീല് വെക്കും. അതായത് നീ നമ്മുടെ ഹെബേക്കിനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ സ്റ്റോണിനെ പറ്റി മറക്കാൻ വേണ്ടി സഹായിച്ച ഞാൻ നിന്നെ പണക്കാരിയാക്കി മാറ്റാമെന്ന്. സോഹ അതിന് സമ്മതിക്കില്ല. അവള് സമ്മതിക്കാത്തത് കാരണം ബാരിയം അവളെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയാൻ ശ്രമിക്കും. ആ സമയത്ത് കറക്റ്റായിട്ട് മ്യൂറയും ഹെബേക്കും അവിടെ എത്തിച്ചേരും. ബാരിയം അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് സോഹയെ വെള്ളത്തിലേക്ക് തള്ളിയിടാൻ നോക്കും. ആ ടൈമിൽ ഹെബേക്കിന് മനസ്സിലാവും അതായത് ഈ പറയുന്ന മ്യൂറയുടെ കയ്യിൽ നിന്നും ബാരിയമിന്റെ കയ്യിൽ നിന്നും ആ കല്ല് നഷ്ടപ്പെട്ടെന്ന്. ഇതറിയുന്നതും ബാരിയമിന്റെ ശക്തി ശോഷിച്ചു പോവും. അങ്ങനെ നമ്മുടെ സോയ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ഹെബേക്ക് ബാരിയമിന് ഒരടി കൊടുക്കും. അങ്ങനെ ബാരിയം അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവും. പിന്നീട് രാത്രി സോയയും ഹെബേക്കും നടക്കുമ്പോൾ സോയ ഹെബേക്കിനോട് പറയും അതായത് അവൾക്ക് അവന്റെ അച്ഛനെ കാണണം, അവൾക്ക് അറിയണം അതായത് അവളെ ഉപേക്ഷിച്ചിട്ട് അവളുടെ അച്ഛൻ ഇത്രയും നാളും എവിടെ പോയിരിക്കുമായിരുന്നു എന്ന്. ഹെബേക്ക് അപ്പോൾ ഒരു കാര്യം ആലോചിക്കും. അതായത് പണ്ട് ബാരിയം അവിടെ മീൻ പിടിക്കാൻ വന്നിരുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന വാട്ടർ കിങ്ഡത്തിലേക്ക് വന്നു. അന്ന് ഹെബേക്കിന്റെ അമ്മ അയാളോട് സത്യം ചെയ്തിരുന്നു അതായത് അയാളുടെ ഫാമിലി ഇനി തൊട്ട് ഈ പറയുന്ന വാട്ടർ കിങ്ഡത്തിന് വേണ്ടി സേവിക്കുമെന്ന്. സോഹയും അതേ ഫാമിലിയിൽപ്പെട്ട ഒരാളല്ലേ, അതുകൊണ്ട് തന്നെ ഹെബേക്കിന് ഭയങ്കര കാര്യമാണ് അവളെ. അതിനുശേഷം നമ്മുടെ സോഹേനെ അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദിനെ കാണാൻ ചെല്ലും. അയാൾ അവളോട് പറയും അതായത് ഹെബേക്കിനെ അവളുടെ വീട്ടിൽ വെച്ചേക്കരുത്, അവരെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന്. ഈ പറയുന്ന ആൾ വേറെ ആരുമല്ല, അന്ന് നമ്മുടെ ഹെബേക്കിനെ ഒരാൾ കിസ് ചെയ്തില്ലേ അയാളാണിത്. അയാളുടെ കിസ്സിങ് കാരണം നമ്മുടെ ഹെബേക്കിന് വിശപ്പും ദാഹവും എല്ലാം തോന്നാൻ തുടങ്ങി. കാരണം അവൻ്റെ ഒരു ദൈവമല്ലേ, എന്നിട്ടും അവൻ അതൊക്കെ ഫീൽ ചെയ്യുന്നു. ഇയാളെ ഹെബേക്ക് കാണുന്നതും അവൻ അയാളെ അവിടെ നിന്ന് ഓടിക്കും. അതിനുശേഷം സോഹ ഹെബേക്കിനെയും നാംസുരിനെയും ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും. ഹെബേക്ക് അവിടെ വെച്ച് അവളുടെ അടുത്തൊരു കഥ പറയും. അതായത് പണ്ട് ഒരു പെങ്കൊച്ച് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വാട്ടർ കിങ്ഡത്തിൽ വന്ന് ചേർന്നായിരുന്നു. അവിടെ അവളെ എല്ലാ കിങ്ങുകൾക്കും ഭയങ്കര കാര്യമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അവൾ അവളുടെ അച്ഛനെ തേടാനെന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷം അവൾ ഒരു രാജാവിനെ കിട്ടി സുഖമായിട്ട് ജീവിച്ചു. ആ കിങ്ങിന് കൊടുക്കേണ്ട പണിഷ്മെന്റ് ആണ് അയാളുടെ ഫാമിലി എല്ലാ കാലവും വാട്ടർ കിങ്ഡത്തിനെ സേവിച്ച് ജീവിക്കണമെന്ന റൂള് തന്നെ കൊണ്ടുവന്നത്. സത്യത്തിൽ ഈ കഥ ഒരു കള്ളക്കഥയായിരുന്നു. അതിനുശേഷം നമ്മുടെ സോഹ റോഡിലൂടെ നടക്കുമ്പോൾ അവളെ ഒരു വണ്ടി ഇടിക്കാനായിട്ട് വരും. ആ സമയത്ത് കറക്റ്റായിട്ട് ബാരിയം വന്ന് അവളെ രക്ഷിക്കും. സോഹ എന്ന് പറയുന്നത് ആ ഡിവൈൻ ഗേറ്റ് നിൽക്കുന്ന ആ സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ ഓണറാണ്. അവൾ ആ സ്ഥലം വിൽക്കാനാണ് മറ്റേ ബോസിനെ കാണുന്നത്.
അവളിത് വിൽക്കാൻ നോക്കുന്നത് ഹെബേക്ക് ഒരുപാട് തവണ തടയാൻ ശ്രമിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അവൻ്റെ അവിടെയുള്ള എല്ലാ രാജാക്കന്മാരും വിചാരിക്കത്തില്ലേ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആ ഭൂമി വിൽക്കുന്നത് തടയാൻ സാധിച്ചില്ല എന്ന്. സോഹ എന്തൊക്കെ പറഞ്ഞാലും ആ ഭൂമി സിഇഒയ്ക്ക് തന്നെ കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് ഹെബേക്ക് മ്യൂറയുമായിട്ട് ആ ഡിവൈൻ ഗേറ്റിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അവിടെ വെച്ച് അവനൊരു കല്ല് കിട്ടും. ആ കല്ലിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. ഹെബേക്ക് ഇത് കാണുന്നതും ഷോക്കാകും. അവൻ പറയും ഈ കല്ലിൽ ഒരിക്കലും ബ്ലഡ് സ്റ്റെയിൻ വന്നൂടാ. ഏതെങ്കിലും രാജാവിന്റെ ബ്ലഡ് ആണെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ ശരീരത്ത് ബ്ലഡേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആരുടേതായിരിക്കും? അങ്ങനെ അവര് ആ പഴയ രാജാവില്ലേ അയാളെ കാണാൻ വരും. ആ രാജാവ് പറയും ആരോ ഒരാൾ മനഃപൂർവ്വമാണ് ആ കല്ലിൽ ബ്ലഡ് സ്റ്റെയിൻ ആക്കി വെച്ചിരിക്കുന്നത് എന്ന്. അവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് മ്യൂറ പറഞ്ഞിട്ടാണ് ആ രാജാവ് ഹെബേക്കിനെ കിസ് ചെയ്തത്. അതുകൊണ്ടാണ് ഹെബേക്കിന്റെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടത്. എന്നാൽ ഈ കാര്യമൊന്നും ഹെബേക്കിന് അറിയത്തില്ല. പിന്നീട് ഇവരെല്ലാവരും സിഇഒനെ കാണാൻ വരും. അവനെ കാണുന്നതും ഹെബേക്കിന് ഓർമ്മ വരും. അതായത് 26,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കഥ. ഹെബേക്കിനും മ്യൂറയ്ക്കും ബാര്യമിനോടും ഒക്കെ പറഞ്ഞിരുന്നു ഈ ലോകത്ത് മനുഷ്യരുമല്ല കിങ്ങും അല്ലാത്ത ആളുകളും ഉണ്ടെന്ന്. അവരെന്ന് വെച്ചാൽ പകുതി മനുഷ്യനും പകുതി കിങ്ങും ആയിരിക്കും. അവർക്ക് ഒരുപാട് പവേഴ്സും കാണും. അവർക്ക് നല്ല കാര്യവും ചെയ്യാൻ സാധിക്കും, ചീത്ത കാര്യവും ചെയ്യാൻ സാധിക്കും. ഹെബേക്കിന് ഇയാളെ കാണുമ്പോഴേ മനസ്സിലാവും അതായത് ഈ സിഇഒ എന്ന് പറയുന്നത് ഈ കാറ്റഗറി പെട്ട ഒരാളാണെന്ന്. അതായത് അവൻ കിങ്ങുമാണ് കൂടെ തന്നെ മനുഷ്യനുമാണ്. അതായത് ഈ ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെയാണ്. ഈ കാര്യം തിരിച്ചറിയുന്നതും സിഇഒ പേടിച്ച് അവിടെ നിന്നും പോവും. പിന്നീട് സോഹ വീണ്ടും നമ്മുടെ സിഇഒനെ കാണാൻ വേണ്ടി വരും. അവിടെ വെച്ച് നമുക്ക് ഇവൻ്റെ കഥ മനസ്സിലാവും. അതായത് ഇവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇവൻ്റെ അച്ഛനായിട്ടുള്ള കിങ് ഇവനെ വാട്ടർ കിങ്ഡത്തിലേക്ക് കൊണ്ടുപോയി എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ച് താമസിപ്പിച്ചു. ഈ കുഞ്ഞ് ഒരുപാട് സഹിക്കേണ്ടി വന്നു. അവസാനം ഈ കിങ്ങിന് സഹിക്കാൻ വയ്യാതെ അവനെ ആ ഡിവൈൻ ഗേറ്റ് വഴി പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അവൻ പരിക്ക് പറ്റിയാണ് ആ കല്ലിൽ ബ്ലഡ് സ്റ്റെയിൻ ആയത്. അതിനുശേഷം സോഹ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് മ്യൂറയും ബാരിയമ്മും ഈ ചെറുക്കനെ ഫോളോ ചെയ്യുന്നതാണ്. അതായത് അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പകുതി മനുഷ്യനും പകുതി കിങ്ങും ആയിട്ടുള്ള ആള് ഇപ്പോഴും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. പിന്നീട് ഹെബേക്ക് ഈ സിഇഒനെ കാണാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ഷോൾഡറിലായിട്ട് ഒരു ലൈറ്റ് കാണും. ഹെബേക്ക് അതെടുത്ത് നോക്കുമ്പോൾ അവൻ ഷോക്കാകും. കാരണം ആ വെളിച്ചം എന്ന് പറയുന്നത് എർത്ത് കിങ്ങിൻ്റെ ദേഹത്ത് മാത്രമേ ഉണ്ടാവൂ. ഹെബേക്കിനൊന്നും മനസ്സിലാവില്ല അതായത് ഈ സിഇഒ എങ്ങനെ എർത്ത് കിങ് ആയെന്ന്. അതുമല്ല ഈ എർത്ത് കിങ് കാരണം തന്നെയാണ് മ്യൂറയുടെയും ബാരിയമ്മിൻ്റെയും കയ്യിൽ നിന്ന് ആ കല്ല് നഷ്ടപ്പെട്ടത്. പെട്ടെന്ന് മ്യൂറ അവിടേക്ക് വന്ന് ഹെബേക്കിനെ വിളിച്ചുകൊണ്ട് പോവും. അവള് പറയും അതായത് അവളും ബാരിയമ്മും കൂടി ചേർന്ന് അവൻ ആ കല്ല് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. സോഹയ്ക്കാണെങ്കിൽ ഹെബേക്ക് അവളോട് ദേഷിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവള് സിഇഒനെ കണ്ടിട്ട് പറയും അവൾക്ക് അവളുടെ ഭൂമി തിരിച്ചു വേണമെന്ന്. സോഹ പോയി കഴിഞ്ഞ് ഈ സിഇഒനെ കാണാൻ വേണ്ടിയിട്ട് മ്യൂറയും ബാരിയമ്മും വരും. അവിടെ വെച്ച് സിഇഒ അവരോട് പറയും അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒരു മിന്നൽ അവനെ ഏറ്റായിരുന്നു. അപ്പോഴ് അവനെ ഒരാൾ വന്ന് രക്ഷിച്ചു. അങ്ങനെയാണ് അവൻ്റെ ദേഹത്ത് ആ വെളിച്ചം വന്നത്. അടുത്ത ഭാഗത്ത് സോഹയുടെ കയ്യിൽ നിന്നും ഹെബേക്കിനൊരു പേപ്പർ കിട്ടും. അതിനകത്ത് സോഹയ്ക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഹെബേക്കിന് മനസ്സിലാവും അതായത് ഈ മാപ്പ് എന്ന് പറയുന്നത് കല്ലിൻ്റെ അടുത്തേക്കുള്ളതാണെന്ന്. അവൻ സോഹയോട് പറയും അതായത് സിഇഒയുടെ അടുത്ത് നിന്ന് കുറച്ച് അകലം പാലിച്ച് നിൽക്കാൻ. അങ്ങനെ മാപ്പിന്റെ സഹായത്തിൽ ഹെബേക്ക് ഒരു പാർക്കിൽ എത്തിച്ചേരും. അവിടെ ഒരാൾ നിന്ന് കിളയ്ക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, അയാളാണ് പണ്ടത്തെ എർത്ത് കിങ്. അന്ന് നമ്മുടെ ഈ സിഇഒനെ രക്ഷിച്ചത് ഈ എർത്ത് കിങ് ആണ്. ആ ടൈമിൽ ഈ എർത്ത് കിങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം അത് ആ സിഇഒയ്ക്ക് കിട്ടി. ഇപ്പോൾ അയാൾ എർത്ത് കിങ് അല്ല, അയാളുടെ പേരാണ് ഡോങ്. അന്ന് അയാളുടെ പവേഴ്സിന്റെ കൂടെ തന്നെ അയാളുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഹെബേക്ക് ഡോങ്ങിനെ മ്യൂറയുടെയും ബാരിയമ്മിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അയാളാണ് സത്യത്തിൽ ആ 2 കല്ല് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇയാൾ 2-3 ദിവസത്തേക്ക് മയങ്ങി കിടക്കും. അത് കഴിയുമ്പോൾ അയാളുടെ ഓർമ്മശക്തി എല്ലാം തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ഹെബേക്കിന് 2 സ്റ്റോൺസ് കിട്ടും. പിന്നീട് ഒരു സ്റ്റോൺ കൂടി കണ്ടുപിടിച്ചാൽ മതി. ആ ഒരു സ്റ്റോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഹെബേക്കിന് ഈ ഭൂമിയിൽ നിന്നും വെള്ളത്തിലേക്ക് പോകാം. ഹെബേക്ക് സത്യത്തിൽ ഇത് കേട്ടിട്ട് ഒരുപാട് സന്തോഷിക്കത്തൊന്നുമില്ല. കാരണം അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. സോഹയുടെ അടുത്ത് നിന്നും പിരിഞ്ഞു പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. രാത്രി അവർ രണ്ടുപേരും കണ്ടുമുട്ടും. അപ്പോൾ സോഹയ്ക്ക് ഒരുപാട് സങ്കടമാവും. അതായത് അവർ രണ്ടും പിരിയാൻ പോകുന്നല്ലോ എന്ന് ഓർത്തിട്ട്.
അവൾ ഒരുപാട് കരയും. എന്നാലും അവൾ ഹെബേക്കിനോടൊന്നും പറയത്തില്ല. അടുത്ത ദിവസം അവർ രണ്ടുപേരും ചേർന്ന് റൂമെല്ലാം വൃത്തിയാക്കും. ആ ടൈമിൽ അവർ രണ്ടുപേരും ഒരുപാട് അടുത്തിരുന്നു. അതിനുശേഷം സോഹ ഹെബേക്കിനോട് പറയാതെ സിഇഒനെ കാണാൻ വീണ്ടും വരും. അവളുടെ ഭൂമി തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈം ആയപ്പോഴേക്കും സിഇഒക്ക് മനസ്സിലായി, അതായത് ആ സ്ഥലത്താണ് ഡിവൈൻ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഹെബേക്കും കാണും. ഹെബേക്ക് സിഇഒയോട് സംസാരിക്കാൻ ഒരുങ്ങും. സിഇഒ അവനോട് പറയും, അവന് കിങ്ങും ആവണ്ട, ആ ഡിവൈൻ ഗേറ്റും വേണ്ട, അവന് സോയെ മാത്രം മതി. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് വേഗം തന്നെ നിന്റെ കിങ്ഡത്തിലേക്ക് തിരിച്ചു പോകണം. അവൻ നമ്മുടെ സോയേനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ഈ ഭൂമിയിൽ വന്നിട്ട് അവൻ്റെ ആദ്യത്തെ ആഗ്രഹമാണ് ഇത്. ഹെബേക്കിനാണെങ്കിൽ സോയയുടെ അടുത്ത് നല്ല ദേഷ്യം തോന്നും. അവൻ അവളോട് ദേഷിക്കും. എന്നാൽ നമ്മുടെ സോയയുടെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ അവൻ്റെ ദേഷ്യമെല്ലാം തണുക്കും. കാരണം അവന് മനസ്സിലാവും സോയയ്ക്ക് ആ സിഇഒയോട് ഒരു ഫീലിങ്സും ഇല്ല എന്നും. സോയ ഹെബേക്കിനോട് അവളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യും. അതായത് അവൻ അവളുടെ ലൈഫിൽ വന്നതിന് ശേഷം അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൻ പോയി കഴിഞ്ഞാൽ അവൾ ഒരുപാട് കരയും. ഇനി കരഞ്ഞ ജീവിതം തീർക്കും എന്നൊക്കെ. അതിനുശേഷം അവർ രണ്ടുപേരും അവസാനമായി കാണുന്നു എന്ന് കരുതി കിസ് ചെയ്യും. പിന്നീട് ഹെബേക്ക് ആ ഡോങ്ങിനെയും മ്യൂറയെയും ബാരിയമിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും. ഡോങ്ങിനെ എല്ലാം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഹെബേക്കിന് 3 സ്റ്റോൺസും കൊടുക്കും. അതിനുശേഷം ഹെബേക്കും നാംസുരിയും ഡോങ്ങും കൂടെ സോയയുടെ വീട്ടിലേക്ക് വരും. അവിടെ നമ്മുടെ ഹെബേക്കിന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഡോങ് അവനോട് ചോദിക്കും, നീ നിന്റെ കിങ്ഡത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന്. അതായത് സോയ കാരണം. പിന്നീട് കാണിക്കുന്നത് സോയ സിഇഒനെ മീറ്റ് ചെയ്യുന്നതാണ്. സിഇഒ അവളോട് പറയും, അതായത് അവൾക്ക് അവളുടെ ആ സ്ഥലം തിരിച്ചു കൊടുക്കാം, പകരമായിട്ട് അവന്റെ സ്ഥലത്ത് അവള് ജോലി ചെയ്യണം. അവൻ പറഞ്ഞു വിടുന്ന പേഷ്യൻസിനെ മാത്രം ഇവള് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹെബേക്ക് ഇവളെ കാണാൻ വരുന്നതാണ്. ഇപ്പൊ ഹെബേക്കിന്റെ കയ്യിൽ എല്ലാ പവേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് സോയയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവൻ സോയയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ തുടങ്ങും. കാരണം അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോയ പറഞ്ഞിട്ട് നമ്മുടെ ഹെബേക്ക് ഒരു ആന്റീനെ എല്ലാ ദിവസവും സഹായിക്കും, അതും പൈസയ്ക്ക് വേണ്ടിയിട്ട്. ആ ആന്റി കൊടുത്ത പൈസ ശേഖരിച്ചിട്ട് ഹെബേക്ക് സോയയ്ക്ക് വേണ്ടി 2 കപ്പ് വാങ്ങിക്കൊണ്ട് കൊടുക്കും. അടുത്ത ഭാഗത്ത് സിഇഒ ഒരു പാർക്കിലായിരുന്നു. അവിടെ ബാരിയം അവന്റെ 2 കിങ്സിനെ യൂസ് ചെയ്തിട്ട് സിഇഒനെ ഉപദ്രവിക്കും. സിഇഒയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവനെ ആരാണ് ഉപദ്രവിക്കുന്നതെന്ന്. ഉപദ്രവിക്കുന്ന രാജാക്കന്മാർക്ക് മനസ്സിലാവത്തില്ല അവരുപദ്രവിക്കുന്നത് ഭൂമിയിലുള്ള കിങ്ങിനെയാണെന്ന്. സിഇഒയുടെ ദേഹത്ത് നിന്ന് കറുത്ത കളറിലുള്ള പവേഴ്സ് വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവന്റെ മുറിവുകളും ഉണങ്ങും. അവന് മനസ്സിലാവും ഇതെല്ലാം ബാരിയമിന്റെ കളിയാണെന്ന്. അവൻ ബാരിയമിനെ വിളിക്കും. ബാരിയം തെളിയിക്കാൻ നോക്കുന്നത് തന്നെ ആ സിഇഒനെ കാട്ടിയും പവേഴ്സ് ബാരിയമിനാണ് എന്നാണ്. സിഇഒ പറഞ്ഞയച്ച പേഷ്യൻസ് എല്ലാം നമ്മുടെ സോഹയുടെ ക്ലിനിക്കിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സോഹ ഒരുപാട് സന്തോഷത്തിലാണ്. അവസാനത്തെ പേഷ്യൻസ് ആയിട്ട് എത്തുന്നത് സിഇഒ തന്നെയാണ്. സത്യത്തിൽ സിഇഒ ബാരിയമിൻ്റെ ഹെബേക്കിൻ്റെയും കാര്യത്തിൽ ഒരുപാട് ടെൻഷനിലായിരുന്നു. ഇവൻ കണ്ണടയ്ക്കുമ്പോൾ സോയയ്ക്ക് പകരമായിട്ട് ഹെബേക്കിനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൻ നെർവസ് ആയിട്ട് സോയയുടെ മുകളിൽ ഹെബേക്കാണെന്നും പറഞ്ഞ് ഉപദ്രവിക്കാൻ കയറിയിരിക്കും. ഇത് കറക്റ്റ് സമയത്ത് നമ്മുടെ ഹെബേക്ക് കാണും. അവൻ വിചാരിക്കും അതായത് സിഇഒ സോയയുടെ അടുത്ത് ബലം പ്രയോഗിക്കുവാണെന്ന്. സിഇഒ സോയയോട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്നും പോവും. ഹെബേക്കാണെങ്കിൽ സോയയോട് ഒരുപാട് ദേഷിക്കും. എന്നാൽ സോയയാണെങ്കിൽ അവർക്കിടയിൽ ഒന്നും നടന്നില്ല എന്ന് അവനോട് പറയത്തുമില്ല. അവൾ അവിടെ നിന്നും പോവും. എന്നാൽ ഹെബേക്കിന് നല്ല വിഷമാവും. അവൻ കരയും. പിന്നെ അവൻ വീട്ടിലോട്ട് പോവാതെ ആ ക്ലിനിക്കിൽ തന്നെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടും. അടുത്ത ദിവസം സോയ അവളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ അവിടെ ഹെബേക്ക് ഉണ്ടായിരുന്നു. അവൻ അവളോട് അവൻ്റെ ഫീലിങ്സ് പറയും. അതായത് അവളെ കാരണം അവൻ അവൻ്റെ കിങ്ഡത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്നാൽ സോയ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഹെബേക്ക് ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ബാരിയലിനെ വിളിക്കും. അവനാണെങ്കിൽ ഹെബേക്കിനെ നേരെ ഒരു ബാറിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഒരുപാട് കുടിപ്പിച്ചിട്ട് അവൻ്റെ വീഡിയോയും എടുക്കും. ബാരിയമിന് മനസ്സിലാവും അതായത് ഹെബേക്കിന് സോയ ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. അടുത്ത സീനിൽ ഈ ഹെബേക്കും സോയയും കൂടി ഒരു തറയിൽ ഒരുമിച്ച് കിടക്കുന്നതാണ് കാണിക്കുന്നത്. കുടിച്ച് ഫിറ്റായിട്ട് വന്ന ഹെബേക്കിനെ രക്ഷിക്കാൻ പോയ സോഹയാണത്. അടുത്ത ദിവസം സോഹ ഹെബേക്കിനെ കാണുമ്പോൾ ഓർക്കും അതായത് അവൾ ഒരിക്കലും അവൻ്റെ പ്രണയത്തെ സ്വീകരിക്കത്തില്ല. അവൾ എപ്പോഴും അവളുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു കിങ് അല്ലേ. അവർ രണ്ടുപേരും പ്രണയിച്ചാൽ ആ പ്രണയം ഒരിക്കലും വിജയിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ അടുത്ത് നിന്നും ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അവൾ ഒഴിഞ്ഞു മാറുന്നതിനനുസരിച്ച് അവൻ അടുത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അടുത്ത സീനിൽ മ്യൂറ കുടിച്ച് ഫിറ്റായ ഹെബേക്കിൻ്റെ വീഡിയോ കാണും. ഇത് കാണുന്നതും അവൾക്ക് ഒരുപാട് ദേഷ്യം വരും. അതായത് ഒരു സെർവൻ്റ് ആയിട്ടുള്ള സോയയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ ഇത്രയൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ട്.
ഉടനെ മ്യൂറ സോഹയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലും. അവിടെ ഹെബേക്കും ഉണ്ടായിരുന്നു. മ്യൂറ പറയും, നിനക്ക് നിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ സ്റ്റോറി എന്താണെന്ന് അറിയാവോ, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് അപ്രതീക്ഷിതമാക്കും. കഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെബേക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള പെൺകുട്ടിയായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് നാഗ്ബിൻ. അവള് നമ്മുടെ ഈ ഹെബേക്കിന്റെ കൂടെ ആ കിങ്ഡത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അവിടെയുള്ള രാജാക്കന്മാർക്കെല്ലാം അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സ്കൈ കിങ് അവക്കൊരു ഓഫർ കൊടുത്തു. അതായത് അവള് സ്കൈ കിങ്ങിനെ സഹായിക്കുവാണെങ്കിൽ നാഗ്ബിൻ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള മരുന്ന് അവൾക്ക് കൊടുക്കാമെന്ന്. നാഗ്ബിൻ ആണെങ്കിൽ നമ്മുടെ ഹെബേക്കിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ആ സ്കൈ കിങ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകും. എന്നാൽ സ്കൈ കിങ് ആണെങ്കിൽ നാഗ്ബിൻ്റെ സഹായത്തോടു കൂടി ഹെബേക്കിൻ്റെ പവേഴ്സ് എടുത്തിട്ട് അവനിൽ തന്നെ അതിൻ്റെ മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങും. അതായത് ഹെബേക്ക് സൂര്യപ്രകാശത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയും ഇരുട്ടിൻ്റെ സമയത്ത് മാത്രം അവൻ്റെ യഥാർത്ഥ രൂപത്തിലും വരുന്നത് പോലെയും ആകും. ഹെബേക്കിന് ശരിയാവാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. എപ്പോഴാണെന്ന് വെച്ചാൽ നാഗ്ബിൻ മരിച്ചു കഴിഞ്ഞ. ഇതറിഞ്ഞിട്ട് ഹെബേക്കിൻ്റെ അമ്മയായിട്ടുള്ള ക്വീൻ നമ്മുടെ ഈ നാഗ്ബിനെ വെള്ളത്തിൽ മുക്കി കൊല്ലും. ഇത് കാരണം ഹെബേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ മന്ത്രം ഇല്ലാതായി പോകും. കൂടെ തന്നെ ആ ക്വീൻ ഈ നാഗ്ബിൻ്റെ ചേട്ടനെയും കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അയാളാണെങ്കിൽ അയാളുടെ ഫുൾ ജനറേഷൻ ഇവരെ സേവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ ജീവൻ രക്ഷിക്കും. മ്യൂറ സോഹയെ ഇതും പറഞ്ഞ് പേടിപ്പിക്കും. അതായത് നീ ഇനി ഹെബേക്കിനെ അവൻ്റെ കിങ്ഡത്തിലേക്ക് പറഞ്ഞു വിട്ടില്ല എങ്കിൽ നിന്റെ ജീവിതവും നാഗ്ബിനെ പോലെ ആയിത്തീരും. അതായത് ഒരു രാജാവിനും മനുഷ്യ സ്ത്രീക്കും ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല. അത് കാരണം സോഹ വീട്ടിൽ വന്നുടനെ ഹെബേക്കിനോട് തിരിച്ചവൻ്റെ കിങ്ഡത്തിലേക്ക് പോകാൻ പറയും. എന്നാൽ ഹെബേക്കിന് മനസ്സിലാവത്തില്ല അതായത് മ്യൂറ അവളുടെ അടുത്ത് എന്താണ് പറഞ്ഞതെന്ന്. ഹെബേക്ക് പോവാനുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തിയതിനു ശേഷം സോഹയോട് ബായ് പോലും പറയാതെ ഡിവൈൻ ഗേറ്റിൻ്റെ അടുത്ത് എന്നിട്ട് അവൻ്റെ വേൾഡിലേക്ക് തിരിച്ചു പോകും. അതിനുശേഷം മ്യൂറ സിഇഒനെ കണ്ടിട്ട് പറയും, നീ നിന്റെ പ്രായശ്ചിത്തമായിട്ട് സോഹയെ കല്യാണം കഴിക്കണം. സത്യത്തിൽ മ്യൂറ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഹെബേക്ക് പഴയതുപോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയെ വീണ്ടും അവൻ്റെ കിങ്ഡത്തിലേക്ക് കൊണ്ടുപോകണം എന്ന്. സോഹ നല്ല വിഷമത്തിലായിരുന്നു. അവൾക്ക് കമ്പനി കൊടുക്കാൻ സിഇഒ വരും. അതിനുശേഷം അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സിഇഒ അവളുടെ പുറകെ അവളെ കൊണ്ടാക്കാൻ വേണ്ടി വരും. ആ ടൈമിൽ അവിടെ ഹെബേക്ക് ഇവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സോഹ അവനെ കാണുന്നതും വന്ന് കെട്ടിപ്പിടിക്കും. ഹെബേക്ക് പറയും അവൻ്റെ കിങ്ഡത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന്. സോഹയും ഹെബേക്കും കെട്ടിപ്പിടിക്കുന്നത് സിഇഒ കാണും. അയാൾ ഒരുപാട് ഉദാസനാകും. എന്നിട്ട് അയാൾ അവിടെ നിന്നും തിരിച്ചു പോകും. സോഹയുടെ ഹെബേക്കിൻ്റെ അടുത്ത ദിവസം നല്ലതുപോലെ കടന്നു പോകും. കാരണം അവർ രണ്ടുപേരും അവരവരുടെ ഇഷ്ടം തുറന്ന് സമ്മതിച്ചിരുന്നു. അതായത് അവസാനം ഇവർ രണ്ടുപേരും ഒന്നിച്ചില്ലെങ്കിൽ കൂടിയും അവസാനം വരെയും രണ്ടുപേരും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അടുത്ത ഭാഗത്ത് സോഹയുടെ ക്ലിനിക്കിന്റെ ഓണർ അവള് റെന്റ് കൊടുക്കാത്തത് കാരണം അവളെ അവിടെ നിന്നും പറഞ്ഞു വിടും. എന്നാൽ സിഇഒ ആണെങ്കിൽ ആ ഓണറിന്റെ കയ്യിൽ നിന്ന് ക്ലിനിക്ക് വാങ്ങി അവൾക്ക് കൊടുക്കും. സോഹ സിഇഒനെ കാണാൻ വേണ്ടി അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. അവിടെ അവരെ രണ്ടുപേരെ ഒരുമിച്ച് നിൽക്കുന്നത് ബാരിയം കണ്ടിട്ട് ദേഷ്യപ്പെട്ട് സിഇഒനെ പിടിച്ച് അവൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ബാരിയമിനെ സംബന്ധിച്ച് സിഇഒ അവൻ്റെ ശത്രുവാണ്. കാരണം അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സിഇഒ അവരുടെ കിങ്ഡത്തിലെ ഒരുപാട് രാജാക്കന്മാരെ കൊന്നു എന്നാണ്. പക്ഷേ സിഇഒയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വലിയ യുദ്ധം തന്നെ സ്റ്റാർട്ടാവും. ഇടയ്ക്ക് വെച്ചിട്ട് സിഇഒ പോലും അറിയാതെ അവൻ്റെ ബ്ലാക്ക് പവേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ ബേരിയമിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ബേരിയമിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു കിങ് ഇവർക്കിടയിൽ വന്നു കയറും. അയാൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റും. ഇത് കാണുന്ന സിഇഒ ഷോക്കായി പോവും. കാരണം അവൻ്റെ ബ്ലാക്ക് പവേഴ്സ് യൂസ് ചെയ്ത് ഒരാളെ ഹേർട്ട് ചെയ്തു. പിന്നീട് കാണിക്കുന്നത് പാസ്റ്റിലെ സ്റ്റോറിയാണ്. അതായത് പണ്ട് ഈ സിഇഒ കിങ്ഡത്തിലുണ്ടായിരുന്നപ്പോൾ അവൻ ഈ ബ്ലാക്ക് പവേഴ്സിൽ ഒട്ടും തന്നെ കൺട്രോൾ ഇല്ലായിരുന്നു. ഒരു ദിവസം ബാരിയം അവൻ്റെ ഫ്രണ്ടുമായിട്ട് സിഇഒനെ കാണാൻ വേണ്ടി വരും. എന്നാൽ പെട്ടെന്ന് ഈ ചെറുക്കൻ്റെ ദേഹത്തുനിന്ന് വന്ന ബ്ലാക്ക് പവേഴ്സ് കാരണം അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സും ബാരിയമിൻ്റെ ഫ്രണ്ടും മരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ബാരിയമിനെ സംബന്ധിച്ച് സിഇഒ അവൻ്റെ ശത്രുവായത്. കാരണം അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അവൻ ആരെ വേണമെങ്കിലും കൊന്നുകളയാം. എന്നാൽ നമുക്ക് മനസ്സിലാവും അതായത് സിഇഒ അവൻ്റെ പവേഴ്സ് വെച്ചിട്ട് ആരെങ്കിലും കൊല്ലുന്നതിന് പകരമായിട്ട് അവൻ്റെ പവേഴ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന്. അടുത്ത ഭാഗത്താണെങ്കിൽ നമ്മുടെ ഹെബേക്കും സോയയും കൂടെ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സമയം തന്നെ ആസ്വദിക്കും. എന്നാൽ അവർക്ക് നല്ല വിഷമവും ഉണ്ടായിരുന്നു. കാരണം അവരൊരു ദിവസം പിരിയേണ്ടവരല്ലേ.
CEO നമ്മുടെ സോയയോട് അവളുടെ ക്ലിനിക്കിലേക്ക് വരാൻ പറയും. കാരണം ആ വസ്തുവിന് പകരമായിട്ട് CEO വെച്ചേക്കുന്ന ഡിമാൻഡ് തന്നെ അതല്ലേ. അടുത്ത ദിവസം ഹെബേക്ക് CEO കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ആ വസ്തുവിൻ്റെ പൈസ തിരിച്ചു കൊടുത്ത് സോയയുമായിട്ടുള്ള ആ ഡീൽ ബ്രേക്ക് ചെയ്യും. എന്നാൽ ഹെബേക്കിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അവൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബേരിയലിൻ്റെ മ്യൂറയുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷെ അവർ പൈസ കൊടുക്കാൻ തയ്യാറാവത്തില്ല. അങ്ങനെ ഹെബേക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. സോഹ അവനെ കളിയാക്കും. അതായത് അവൻ കുറച്ച് പൈസ മാത്രം അധ്വാനിച്ച് സമ്പാദിച്ച് $1 ബില്യൺ വരുന്ന വസ്തു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഹെബേക്ക് സോഹയുടെ കൂടെ സിഇഒയുടെ ഗാർഡനിൽ പോയി അവിടെ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ സഹായിച്ചു കൊടുക്കും. പോരാത്തേന് അവൻ സിഇഒനെ ജലസാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെയും സോഹയുടെയും റൊമാൻറ്റിക് ആയിട്ടുള്ള സ്റ്റോറിയും പറഞ്ഞു കൊടുക്കും. തിരിച്ച് സോഹയും ഹെബേക്കും അവരുടെ വീട്ടിലേക്ക് വൈകുന്നേരം നടന്നു വരുമ്പോൾ മ്യൂറെ അവൻ്റെ കിങ്ഡത്തിൽ നിന്നും അയച്ച ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കും. അതായത് അവനെ തിരിച്ച് വിളിപ്പിച്ചേക്കുവാണെന്ന്. ഇനി അഥവാ അവൻ കിങ്ഡത്തിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അവൻ്റെ മരണം തന്നെ സംഭവിക്കാമെന്ന് പറയും. സോഹയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവനുമായിട്ട് വിട്ടുപിരിയുന്നതിൽ അവൾ അന്നത്തെ ദിവസം മുഴുവൻ കരഞ്ഞു തീർക്കും. അടുത്ത ദിവസം സോഹ ഹെബേക്കിനെ ഒരു കടൽ തീരത്തേക്ക് കൊണ്ടുവരും. അവിടെ വെച്ചിട്ടാണ് അവൾ അന്ന് അവളുടെ അച്ഛനെ കാരണം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നീട് സോഹയുടെ ഫ്രണ്ട് അവളുടെ ഡ്രീമിനെ പറ്റി പറയും. അതായത് അന്ന് സോഹയുടെ ജീവൻ രക്ഷിച്ചത് അവളുടെ അച്ഛനായിരുന്നു. ഇപ്പോൾ അവളുടെ അച്ഛൻ കാരണം അവൾക്ക് മരിക്കാനും സാധിക്കും. എന്നാൽ സോഹയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. അടുത്ത ദിവസം സോഹയും ഹെബേക്കും കൂടി കറങ്ങാൻ വേണ്ടി പോകും. അവിടെ ഒരു പെങ്കൊച്ചാണെങ്കിൽ നമ്മുടെ സോഹേനെ ഒരു ബ്രൈഡിനെ പോലെ ഒരുക്കിയിട്ട് ഹെബേക്കുമായിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കും. ഹെബേക്ക് കണ്ട് കണ്ണെടുക്കാതെ അവളെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ എർത്ത് കിങ് ആയിട്ടുള്ള ഡോങ്ങിനെ കാണിക്കും. അയാൾ ഒരു ടാബ്ലറ്റ് അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരും. അതായത് അന്ന് സിഇഒനെ രക്ഷിച്ചത് അയാളല്ല, പകരം വേറെ ആരോ ആണ്. അയാളുടെ കയ്യിലാണ് ആ ടാബ്ലറ്റ് ഉള്ളത് എന്ന്. ഹെബേക്ക് ആ ആളിനെ കണ്ടുപിടിക്കും. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സോഹയുടെ അച്ഛനായിരുന്നു. അയാൾക്ക് ഈ ഡിവൈൻ ഗേറ്റിൻ്റെ അടുത്ത് നിന്നും മാന്ത്രിക ശക്തിയുള്ള ടാബ്ലറ്റ് കിട്ടും. അത് വെച്ചിട്ട് അയാൾ നമ്മുടെ സിഇഒനെ രക്ഷിക്കും. കൂടെ തന്നെ അയാൾ വിഷ് ചെയ്യും നമ്മുടെ സോഹേനെ രക്ഷിക്കണമെന്ന്. അവൾ സൂയിസൈഡ് ചെയ്യാൻ പോയേക്കുമല്ലേ. അങ്ങനെ ആ വിഷ് പൂർത്തീകരിക്കും. സോഹ വെള്ളത്തിലേക്ക് ചാടുന്നതും അവളുടെ അച്ഛൻ അവിടേക്ക് വന്ന് അവളെ രക്ഷിച്ച് കടൽ തീരത്തേക്ക് പറഞ്ഞു വിടും. പക്ഷേ അയാൾ ആ വെള്ളത്തിൽ മുങ്ങിപ്പോവും. സോഹയ്ക്ക് ബോധമില്ലായിരുന്നതുകൊണ്ട് അവൾക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു. സോഹ ഇക്കാര്യം അറിയുന്നതും ഒരുപാട് സങ്കടപ്പെടും. കാരണം അവൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് അവളെ ഉപേക്ഷിച്ച് അവളുടെ അച്ഛൻ എവിടെയോ പോയി എന്നായിരുന്നു. അവൾ അവളുടെ അച്ഛനെ ഓർക്കും. അതേപോലെ തന്നെ മ്യൂറയും ബാരിയമും എല്ലാവരും നമ്മുടെ ഹെബേക്കിനെ തടയും. കാരണം അവൻ്റെ കയ്യിൽ അവസാനമായിട്ട് കുറച്ച് പവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ആ പവേഴ്സ് സോഹയ്ക്ക് കിസ് ചെയ്ത് കൊടുക്കും. ആ പവേഴ്സ് കൊടുക്കുന്നത് കാരണം അവൾ അവളുടെ അച്ഛനെ അവസാനമായിട്ട് ഒരിക്കൽ കൂടി വെള്ളത്തിനകത്ത് കാണും. പക്ഷേ ഹെബേക്കിൻ്റെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവനിനി തിരിച്ചവൻ്റെ കിങ്ഡത്തിലേക്ക് പോകാൻ പറ്റില്ല. അതായത് അവൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ പറ്റിയുള്ള ഓർമ്മകൾ എല്ലാവരും മറക്കും. അതേപോലെ തന്നെ നമ്മുടെ സോഹയ്ക്കൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷ് ചോദിക്കാം. അവൾ പകരമായിട്ട് ചോദിക്കുന്നത് ഹെബേക്കിൻ്റെ ജീവനാണ്. അവൾ പറയും നീ തിരികെ കിങ്ഡത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന്. കാരണം അവൾ ഒരിക്കലും ഹെബേക്ക് മരിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ സമയം അവിടേക്ക് കിങ്ഡത്തിലുള്ള ഒരു ഗുരു വരും. അയാൾ നമ്മുടെ ഹെബേക്കിന് പുതിയൊരു ടാസ്ക് കൊടുത്തിട്ട് ഈ ഭൂമിയിൽ തന്നെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ സമ്മതം കൊടുക്കും. എന്നിട്ട് സോഹയോട് പറയും, അതായത് അവളുടെ വരം അവൾ മാറ്റി ചോദിക്കാൻ. അങ്ങനെ സോഹ അവളുടെ വരം മാറ്റി ചോദിക്കും. അതായത് അവൾ മരിക്കുന്നത് വരെ ഹെബേക്ക് ആ ഭൂമിയിൽ ഉണ്ടാവണം എന്ന്. അതായത് നമ്മുടെ സോഹ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഹെബേക്കിന് അവൻ്റെ വേൾഡിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഹാപ്പി എൻഡിങ്. ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.